ഞാനങ്ങനെ പ്രാർത്ഥിച്ച് 2 ആഴ്ച കഴിഞ്ഞാണ് ഹസ്ബൻഡും പള്ളിയിൽ അച്ഛനൊക്കെ വീട്ടിൽ വന്ന് ഞങ്ങളൊരു വാടക വീട്ടിൽ, അതായത് മമ്മി താമസിക്കുന്നതിൻ്റെ തന്നെ അടുത്തൊരു ഫ്ലാറ്റിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ ആ അനുഗ്രഹം എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇതിന് മുമ്പ് 2 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞ ആളാണ്, കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയത് വലിയൊരു അനുഗ്രഹമാണ്. ഈ കേസുകളെല്ലാം എൻ്റെ ജീവിതത്തിൽ 5 വർഷമായിട്ട് എന്നെ ക്യാൻസർ പോലെ ബാധിച്ചുകൊണ്ടിരുന്ന കേസുകൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ ഇപ്പം ഹസ്ബൻഡിനും ഞങ്ങളുടെ കുടുംബത്തിലും ഒരു സമാധാനമായി. വേറെ ഒന്നിനെപ്പറ്റി ചിന്തിക്കാൻ ഹസ്ബൻഡിന് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതെല്ലാം മാറി. ഇപ്പോൾ ആൾ ഇനിയൊരു വേറൊരു കാര്യം, ഇപ്പോൾ ആൾ ചിരിക്കാനൊക്കെ തുടങ്ങി. മറ്റേ ചിരിക്കുകയോ സിനിമ കാണുകയോ അങ്ങനെ എന്തെങ്കിലും തമാശ അധികം പറയുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ ആൾക്കും വലിയൊരു മാറ്റം വന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബാന്തരീക്ഷം മാറി. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും അനന്തമായ കോടി നന്ദി. പിന്നെ എൻ്റെ അനിയത്തി ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും ഇവിടെ ഉടമ്പടി ചെയ്തത് 2019 അപ്പോൾ അനിയന് വേണ്ടിയിട്ടായിരുന്നു ഉടമ്പടി ചെയ്തത്. അനിയത്തിയുടെ ഭർത്താവിന് വേണ്ടിയിട്ട്. ഹാർട്ട്, ലിവർ, കിഡ്നി എല്ലാം ഡാമേജ് ആയിരുന്നു. അനുജൻ കുടിക്കുകയായിരുന്നു. അങ്ങനെ പക്ഷെ അത് കുടുംബത്തിൽ അറിഞ്ഞെങ്കിലും അനിയത്തിയോട് പറയാതെ 5 കൊല്ലം അത് മറച്ചു വെച്ചു. അപ്പോൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് അനിയന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അനിയത്തിയുടെ അളിയൻ, അതായത് പെങ്ങളുടെ ഭർത്താവ്, അവിടെ തൃശ്ശൂർ സിൽവർ ജൂബിലി ഹോസ്പിറ്റലിലെ മെയിൻ ഫിസിഷ്യനായിരുന്നു. അപ്പോൾ മരുമോനോടും അവിടുത്തെ ഡാഡി പറഞ്ഞു പറയരുത്, കാരണം ഇവർ തമ്മിലുള്ള ബന്ധം ചിലപ്പോൾ തകർന്നു പോകും, അതുകൊണ്ട് പറഞ്ഞില്ല. പക്ഷേ അത് നല്ല ഉദ്ദേശത്തെ കരുതിയാണ് ചെയ്തെങ്കിലും അനിയന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല. അപ്പോൾ ആ ഒരു ഇതിൽ പിന്നെ പെട്ടെന്ന് ഒരു പ്രാവശ്യം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു 2 മാസം മുമ്പ് ഈ അനിയൻ്റെ കാലിന് നീര് വന്നു. നീര് കണ്ട് ഈ അനിയത്തി പിള്ളേരിപ്പോൾ വലുതായി, അവളുടെ എൻജിനീയറിങ് കഴിഞ്ഞു. അപ്പോൾ മോനും എല്ലാവരും സ്ട്രോങ് ആയിട്ട് പറഞ്ഞത് എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അങ്ങനെ നോക്കിയപ്പോഴാണ് അവസാനം അളിയന് പറയേണ്ടി വന്നു, ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ വന്നതാണ്, സിറോസിസ് ഉണ്ട്, അപ്പോൾ ലിവർ കിഡ്നിയൊക്കെ ഡാമേജാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അനിയത്തിക്ക് അത് വലിയ ഷോക്കായിരുന്നു. അവൾക്കത് ഉൾക്കൊള്ളാൻ, ഞങ്ങളുടെ കുടുംബത്തിന് അത് ഉൾക്കൊള്ളാൻ വല്ലാത്തൊരു ഇതായിരുന്നു. അപ്പോഴാണ് ഞാനിവിടെ ഈ പള്ളിയെപ്പറ്റി കേട്ട്, കൃപാസനത്തെപ്പറ്റി കേട്ട് ഇവിടെ വന്ന് അനിയൻ്റെ പേരിൽ ഉടമ്പടി എടുത്തത്. അനിയന് ഇപ്പോഴാണെങ്കിലും പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയോ